കാരണം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും റോബിൻ രാധാകൃഷ്ണൻ ഒറ്റപ്പെടുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒറ്റപ്പെടുന്നു, അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് പിടിച്ചു നിൽക്കാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പിന്തുണ വേണ്ടേ? ആ ഒരു പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ BJP-യിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. അല്ലാണ്ട് BJP-യോടുള്ള പ്രണയം കൊണ്ടാണെന്നാണോ കരുതിയേക്കുന്നത്? കുണ്ടറയിൽ അങ്ങോട്ട് വലിയ അട്ടിമറി നടത്തുമെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ പറഞ്ഞ കഥാപാത്രം കുണ്ടറയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി മത്സരിച്ചത്. പക്ഷെ അവിടെ എന്താ ഉണ്ടായത്? ഇപ്പോൾ IPC ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്തിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിട്ടയർ ചെയ്തിരിക്കുന്ന സിനിമാ താരങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് താരങ്ങളെ കൊണ്ടോ ഒന്നുമല്ല കേരളത്തിൽ രാഷ്ട്രീയം കെട്ടിപ്പടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഇയാൾ അവിടെ പോയിട്ട് ഈ PSC ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ പോയിട്ട് പ്രസംഗിക്കുന്നത് കേട്ടു. എന്താണ് അവിടെ നടക്കുന്ന സമരത്തിന്റെ ഉദ്ദേശം എന്ന് പോലും ഇയാൾക്കറിയാൻ പാടില്ല. അലറൽ വീരൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു അലറൽ വീരൻ. അതിന്റെ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിലോ കേരളത്തിന്റെ പൊതുസമൂഹത്തിലോ ഇയാൾക്ക് എന്തെങ്കിലും സ്വീകാര്യതയുണ്ടോ? നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC നിയമനവുമായിട്ട് ബന്ധപ്പെട്ട സമരത്തിന്റെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. അതിൽ BJP നേതാവ് റോബിൻ രാധാകൃഷ്ണൻ പോലീസ് ബാരിക്കേഡിലേക്ക് ഓടിക്കയറുന്നതും പിന്നീട് ജലപീരങ്കി വരുമ്പോൾ ഓടി മാറുന്നതും ഒക്കെയാണ് ആ വീഡിയോയിൽ. അതിന് വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെതെന്ന രീതിയിലൊരു ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു. ഒരു 75-78 ലക്ഷത്തിൻ്റെ ഒരു സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നീട് BJP തന്നെ സംബന്ധിച്ച് വെറും ബിസിനസ് മാത്രമാണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ മറ്റൊരാൾ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്നും നമുക്കറിയില്ല. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കേസും നടക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തി BJP-യെ സംബന്ധിച്ച് പുതിയ തലവേദനയാണോ അതോ ഒരു മുതൽക്കൂട്ടാണോ എന്താണ് സംശയമുള്ളത്? കാരണം ഈ BJP നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെലിബ്രിറ്റീസിനെ പാർട്ടിക്കകത്ത് എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടിത്തട്ടിൽ പാർട്ടി വളരില്ല. നിങ്ങൾ കേരളത്തിലെ പാർട്ടിയെ ഈ BJP എന്ന് പറയുന്ന പാർട്ടിയെ നോക്കിക്കാണേണ്ടത് ഒരു 20 വർഷം മുമ്പുള്ള BJP-യാണ്. അതായത് ഓരോ നാട്ടുംപുറങ്ങളിലും ഒരു ആള് ഉണ്ടെങ്കിൽ ആ ആള് ഈ പറഞ്ഞ BJP-യുടെ കൊടിയുമായിട്ട് വീടുകൾ കയറി ഇറങ്ങി പ്രചരണം നടത്തി വളർത്തിയെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ജനകീയ അടിത്തറ കുറച്ചുകൂടി വിപുലമായിട്ട് മാറുന്നുണ്ട്. കാരണം ഒരുപാട് ജാതി സമുദായങ്ങളൊക്കെ BJP-ക്ക് അനുകൂല നിലപാടുകളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറയുടെ പുതിയ രാഷ്ട്രീയം സംസാരിക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഗൗരവകരമായിട്ടുള്ള രാഷ്ട്രീയം സംസാരിക്കേണ്ട സ്ഥലത്താണ് ഈ റോബിൻ രാധാകൃഷ്ണനെ പോലെയുള്ള അലറൽ വീരന്മാരെ അല്ലെങ്കിൽ പക്കാ കോമാളികളെ കൊണ്ടുവന്നിട്ട് BJP സ്വയം നാണം കെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ PSC ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ആ സമരത്തെയാണ് ഇയാൾ കോമാളിത്തരമാക്കി മാറ്റുന്നത്. ഇവർക്കത് രാഷ്ട്രീയ ഇമേജ് കെട്ടിപ്പൊക്കാനുള്ള ഒരു വേദി മാത്രമായിട്ടാണ്. ഇവനൊക്കെ എന്ത് രാഷ്ട്രീയ ഇമേജ്? കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ BJP ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് ഈ ഒരു ഫേസ് അധികാരം കയ്യിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ BJP അണികളുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം മാത്രമാണിത്. കാരണം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും റോബിൻ രാധാകൃഷ്ണൻ ഒറ്റപ്പെടുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒറ്റപ്പെടുന്നു, അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് പിടിച്ചു നിൽക്കാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പിന്തുണ വേണ്ടേ? ആ ഒരു പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ BJP-യിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. അല്ലാണ്ട് BJP-യോടുള്ള പ്രണയം കൊണ്ടാണെന്നാണോ കരുതിയേക്കുന്നത്? ഇയാൾ മറ്റേ ആ ബാരിക്കേഡിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അത് നീലക്കുയിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെ പരത്തുന്നു. ഇതിലൂടെ BJP-ക്ക് ഉണ്ടായിട്ടുള്ള നാണക്കേട് എന്താണെന്നറിയോ? എത്രയോ BJP-ക്കാർ ഇതേപോലുള്ള സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസിന്റെ അടി വാങ്ങി ജയിലറകളിൽ പോയിട്ടുണ്ടെന്നറിയോ? അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഗൗരവകരമായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുള്ള യുവമോർച്ചയെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതുപോലൊരു കോമാളിയെ ചുമക്കേണ്ട ഗതികേടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കുണ്ടറയിൽ അങ്ങോട്ട് വലിയ അട്ടിമറി നടത്തുമെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ പറഞ്ഞ കഥാപാത്രം കുണ്ടറയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി മത്സരിച്ചത്. പക്ഷെ അവിടെ എന്താ ഉണ്ടായത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതുപോലുള്ള ആളുകളെ പൊതുസമൂഹത്തിൽ ജനം അംഗീകരിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും BJP മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രാവശ്യം NDAയുടെ ഭാഗമായിട്ട് മത്സരിച്ചിട്ടുള്ള ഏതെങ്കിലും സെലിബ്രിറ്റികൾക്ക്, ഏതെങ്കിലും ബിഗ് ബോസ് താരങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള വോട്ട് പിടിക്കാൻ വേണ്ടി സാധിച്ചോ? ഇപ്പൊ അഖിൽ മാരാർ തൃക്കാക്കരയിൽ മത്സരിച്ചു. തൃക്കാക്കരയിൽ മത്സരിച്ചിട്ട് 10,000 വോട്ട് പിടിച്ചോ? ഞാനിവിടെ മത്സരിച്ച് വിജയിപ്പിക്കും, അതിനുശേഷം എല്ലാ മാധ്യമ പ്രവർത്തകരെ കൊണ്ടും അഖിൽ മാരാർ ലീഡ് ചെയ്യുന്നു, ഒന്നാമതെത്തിയിരിക്കുന്നു എന്ന് പറയുമെന്നുള്ള വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയതല്ലേ? എന്ത് നേടി? എന്നിട്ട് ഇനിയെങ്കിലും BJP ഗൗരവകരമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണം. സീരിയസ് ആയിട്ട് പൊളിറ്റിക്സിനെ കാണണം. ഇപ്പോൾ IPC ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്തിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിട്ടയർ ചെയ്തിരിക്കുന്ന സിനിമാ താരങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് താരങ്ങളെ കൊണ്ടോ ഒന്നുമല്ല കേരളത്തിൽ രാഷ്ട്രീയം കെട്ടിപ്പടുക്കേണ്ടത്. വളരെ ഗൗരവകരമായിട്ടുള്ള രാഷ്ട്രീയമാണ് BJP പറയേണ്ടത്.
വളരെ വലിയൊരു ഉത്തരവാദിത്വം BJPയുടെ മുകളിലുണ്ട്. നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ ഇതുപോലുള്ള കോമാളി നേതാക്കന്മാരെ ഇട്ട് ആണ് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ വലിയ പരാജയത്തിലേക്കായിരിക്കും പോവുക. എത്രയോ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ MT രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളർന്നു വന്നത് എങ്ങനെയാണ്? സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളർന്നു വന്നത് എങ്ങനെയാണ്? യുവമോർച്ചയിലൂടെയാണ്. അങ്ങനെയുള്ള യുവമോർച്ചയുടെ ഒക്കെ ഒരു സമരത്തിലേക്ക് ഇതുപോലെ വന്ന് കോമാളിത്തരം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? BJPയുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ പാർട്ടിയല്ലേ ഇത്? ആ ദേശീയ പാർട്ടി PSC ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ട് നടത്തുന്ന ഒരു സമരത്തിൽ ഇതുപോലൊരു ജോക്കറെ ഇറക്കി ആ സമരത്തിന്റെ ഗൗരവം ഇല്ലാതാക്കൂല്ലേ? ഈ സോഷ്യൽ മീഡിയയിലൂടെയാണോ ഈ PSC സമരത്തിനുള്ള പിന്തുണ അറിയിക്കേണ്ടത്? അതും ഈ പാപ്പരാസി മാധ്യമങ്ങളിലൂടെ ആണോ? എനിക്കറിയാൻ പാടില്ലാണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ട് വന്നിരിക്കുന്ന ആക്ഷേപങ്ങളോ അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള നിലപാടുകൾ എന്തുമായിക്കൊള്ളട്ടെ, നിലപാടുകൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അതിന് നമുക്കൊരിക്കലും ഒരേ നിലപാടിൽ തന്നെ അടിയുറച്ചു നിൽക്കണം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ബോധ്യങ്ങളാണ് ഓരോ ആളുകളെയും ഓരോ നിലപാടുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ബോധ്യങ്ങളിൽ മാറ്റം വരുന്ന സമയത്ത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇതുപോലെ ഉള്ള വളരെ ഗൗരവകരമായ ഒരു സമരത്തിലേക്ക് ഇതുപോലുള്ള ആളുകളെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ BJPയുടെ ശരിക്കുള്ള പ്രവർത്തകരുണ്ടല്ലോ, അതായത് പണ്ട് തുടങ്ങി BJPക്ക് വേണ്ടി കൊടി പിടിച്ച് സമരങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകളുടെ മനസ്സുമെടുത്തു പോകുമെന്നേ. ആ മനസ്സുമെടുപ്പിനെ സംസ്ഥാനത്തെ നേതൃത്വം കാണാതെ പോകരുത്. ഇനിയെങ്കിലും BJP നടത്തുന്ന അല്ലെങ്കിൽ യുവമോർച്ച നടത്തുന്ന സമരങ്ങളിൽ നിന്ന് ഇതുപോലുള്ള കോമാളികളെ മാറ്റി നിർത്തണം. ഇത് BJP കൊണ്ടുവന്നതാവണം എന്ന് തന്നെ ഇല്ലല്ലോ. അല്ല, ഇവരെ സംബന്ധിച്ച് അതൊരു പ്ലാറ്റ്ഫോം ഇവർ ക്രിയേറ്റ് ചെയ്യാണ്. അല്ല, അങ്ങനെ ആയിക്കൊള്ളട്ടെ. അങ്ങനെ ആണെങ്കിലും ചെവിക്ക് പിടിച്ചുകൊണ്ട് മാറ്റി നിർത്തണമേ, ചെവിക്ക് പിടിച്ച് മാറ്റി നിർത്തണം. കഴിഞ്ഞ ദിവസം ഇയാൾ അവിടെ പോയിട്ട് ഈ PSC ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ പോയിട്ട് പ്രസംഗിക്കുന്നത് കേട്ടു. എന്താണ് അവിടെ നടക്കുന്ന സമരത്തിന്റെ ഉദ്ദേശം എന്ന് പോലും ഇയാൾക്കറിയാൻ പാടില്ല. ഇയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ ബിഗ് ബോസിൽ പോയ സമയത്ത് കുറെ മുലക്കുപ്പി പിള്ളേർ ഇയാൾക്ക് കുറെ പിന്തുണ കൊടുത്തു, അല്ലെങ്കിൽ കുറെ PR ടീം ഇയാൾക്ക് പിന്തുണ കൊടുത്തു. അത് കേരളത്തിന്റെ മുഴുവൻ പിന്തുണയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അബദ്ധമായിട്ടുള്ള ധാരണകളാണ് അതൊക്കെ. അലറൽ വീരൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു അലറൽ വീരൻ. അതിന്റെ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിലോ കേരളത്തിന്റെ പൊതുസമൂഹത്തിലോ ഇയാൾക്ക് എന്തെങ്കിലും സ്വീകാര്യതയുണ്ടോ? ഒരു സ്വീകാര്യതയില്ല. ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കേരളത്തിലെ BJP നേതാക്കന്മാരെ മൊത്തമായിട്ട് അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? എത്രയോ പ്രഗത്ഭരായിട്ടുള്ള യുവമോർച്ചയുടെ നേതാക്കന്മാരുണ്ട്, എത്രയോ പ്രഗത്ഭരായിട്ടുള്ള, നന്നായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന, നല്ലതായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന, നന്നായിട്ട് പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്ന എത്രയോ BJP നേതാക്കന്മാരുണ്ട്, യുവമോർച്ച നേതാക്കന്മാരുണ്ട്, ABVP പ്രവർത്തകരുണ്ട്. അപ്പൊ അവർക്കൊക്കെ നാണക്കേടല്ലേ ഇത്? ഇന്നേ വരെ യുവമോർച്ചയുടെ ഇതുപോലത്തെ ഒരു സമരം ഇതുപോലത്തെ ഒരു കോമാളി സമരമായിട്ട് മാറിയിട്ടുണ്ടോ? സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP സമരം നടത്താറുണ്ട്. പക്ഷെ ആ സമരങ്ങളിലൊന്നും ഇതുപോലുള്ളൊരു കോമാളി നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് BJP സമരത്തിൽ ഒരു കോമാളി പ്രത്യക്ഷപ്പെടുകയും ഇതേപോലത്തെ വിവരക്കേട് കാണിക്കുകയും ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെടണമെന്ന്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ V മുരളീധരൻ MLA യോ അല്ലെങ്കിൽ ഇവരുടെ മറ്റ് ഏതെങ്കിലും ഒരു MLA-മാരാണെങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ കോമാളിത്തരം അവിടെയാണ് വെച്ച് കാണിക്കുന്നതെങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്തിനേറെ പറയുന്നത് MT രമേശോ ശോഭാ സുരേന്ദ്രനോ സുരേന്ദ്രനോ അല്ലെങ്കിൽ കൃഷ്ണദാസോ ഇങ്ങനെ ആരെങ്കിലുമാണ് ഈ സമരം? കൃഷ്ണദാസും ഈ പറഞ്ഞ പോലെ തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അപ്പോൾ ഇവരാരെങ്കിലുമാണ് ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ ആ സമരത്തിൽ ഇതുപോലത്തെ ഒരു കോമാളിത്തരം ഇയാൾ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ നടക്കേണ്ടല്ലേ ഇത്? ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഓടി വന്ന് ബാരിക്കേഡിൽ കൊണ്ടൊരു കൊടി കുത്തുന്നു. കൊടി കുത്തിയതിനു ശേഷം അവിടുന്ന് ജലപീരങ്കി ഓണാക്കുന്ന സമയത്ത് ഇങ്ങനെ ഞൊളഞ്ഞ് പുറകിലേക്ക് വന്നിട്ട് ബാക്കി 2-3 പ്രവർത്തകരെ മുമ്പോട്ട് വെച്ചിട്ട് അവിടെ നിന്ന് മഴ കൊള്ളുന്നു. ഇയാൾക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ ഈ പോലീസ് വണ്ടിയുടെ ഈ പറഞ്ഞ ഈ ജലപീരങ്കിയുടെ അടിയിലെ വെള്ളത്തിൽ കുളിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഏതെങ്കിലും ഷവറിനടിയിൽ പോയി നിന്നാ പോരെ? സമരങ്ങൾ ഒരു ശീലമില്ലാത്തവരെ സംബന്ധിച്ച് ജലപീരങ്കി നെഞ്ചുവിരിച്ച് നേരിടാന്ന് പറയുന്നത് അത്ര കാര്യമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലപീരങ്കി പുറത്തേക്കാണ് സ്വീകരിക്കുന്നത്. ആളുകളൊക്കെ ജലപീരങ്കിക്ക് മുമ്പിൽ ഇതിനു മുമ്പും യൂത്ത് കോൺഗ്രസ് സമരങ്ങളാണെങ്കിലും DYFI സമരങ്ങളാണെങ്കിലും SFI KS ABVP ഈ പറഞ്ഞ യുവമോർച്ച സമരങ്ങളിലൊക്കെ എന്തിനേറെ പറയുന്നത് ഇവരുടെ മഹിളാ മോർച്ചയുടെ സമരത്തിൽ പോലും അതിശക്തമായിട്ട് പ്രതികരിക്കുന്ന ആളുകളുണ്ട്, വളരെ ആർജവത്തോടു കൂടി പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നാണക്കേടല്ലേ ഇത്? അവരാരെങ്കിലുമൊക്കെ ഈ ചെറുക്കനോട് പറഞ്ഞു കൊടുക്കണ്ടേ ഇതങ്ങനെയല്ല സമരം, നിനക്കിവിടെ വന്നിട്ട് ആക്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അല്ല BJPയുടെ സമരമുഖമെന്ന് ഇനിയെങ്കിലും BJP നേതാക്കന്മാർ ഈ പൊട്ടൻ ചെറുക്കനോട് പറഞ്ഞു കൊടുക്കാത്ത പക്ഷം നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ഭാവി ഭയങ്കര പ്രശ്നത്തിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ, ഞാൻ ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ
ഒരു 20-25 വർഷം പിറകോട്ട് തിരിഞ്ഞു നോക്കുക. ഒരു വാർഡിൽ ഒരുപക്ഷെ ഒരു പ്രവർത്തകരെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ പ്രവർത്തകൻ കൊടിയുമെടുത്ത് എല്ലാ വീടുകളിലും കയറി ഇറങ്ങും. ഇന്ന് വാർഡുകളിലൊക്കെ ആളുകളുണ്ട്. ഇവരുടെ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊന്നും വാർഡുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഏറിപ്പോയി കഴിഞ്ഞാൽ 25-30 ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് BJP അതിന്റെ 10 മടങ്ങായിട്ട് വർധനവുണ്ടായിട്ടുണ്ട് അംഗസംഖ്യയിൽ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തട്ടിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തകരുടെ ഒരു ആവേശവും അവരുടെ കഠിനാധ്വാനവുമാണ്. ആ കഠിനാധ്വാനത്തിന് മേലാണ് ഇവരൊക്കെ ഇപ്പൊ ഈ കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതുപോലുള്ള കോമാളികളെ നിലയ്ക്ക് നിർത്താത്ത പക്ഷം സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP ഒരു കോമാളി പാർട്ടിയായിട്ട് ആളുകൾ കാണും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വളരെ ഗൗരവകരമായിട്ടുള്ളൊരു സമരമായിരുന്നു യുവമോർച്ച തിരുവനന്തപുരത്ത് നടത്തിയത്. ആ സമരത്തെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അലറവീരന്റെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ വേണമെങ്കിൽ BJPക്ക് നന്നാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇയാളെ വിളിച്ചു വരുത്തി ഒന്ന് ശാസിക്കുകയെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ.